മനുഷ്യരാശിക്ക് ഏറ്റവും വലിയ ഭീഷണിയാകുന്നതാണ് ആണവായുധങ്ങൾ. ഇപ്പോൾ ആ ആണവായുധങ്ങൾ ഭീകര സംഘടനകളുടെ കയ്യിൽ എത്തിയതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് സിറിയയിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ കയ്യിൽ ഇത്തരം ആണവായുധങ്ങൾ ലഭിക്കുകയാണെങ്കിൽ എന്താണ് ഇനി ലോകത്ത് നടക്കാൻ പോകുന്നത്? വലിയ ഭീഷണിയാണ്. എന്തും സംഭവിക്കാം. ഒരുപക്ഷെ നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യർ മുഴുവനും ഇല്ലാതായി പോയേക്കാം. കാരണം ഈ മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഈ ഭീകരന്മാർ അതെങ്ങനെയൊക്കെ ഉപയോഗിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം സ്വന്തം ശരീരത്തിൽ ബോംബുകൾ കെട്ടിവെച്ച് ചാവേറായി പോയി പൊട്ടിത്തെറിച്ച് അനേകം പേരെ കൊല്ലുന്ന തരത്തിൽ മനസ്സിനെ പരുവപ്പെടുത്തിയ ആൾക്കാർ അവർ എന്തും ചെയ്യും. അവർക്ക് മറ്റുള്ളവരുടെ ജീവന് യാതൊരു വിലയുമില്ല. ഇവിടെ ഇപ്പോൾ ഈ സിറിയയിലാണ് ഇത്തരത്തിലുള്ള ആണവായുധങ്ങൾ നിർമ്മിക്കുകയും അതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ 2007 മുതൽ ഈ സംശയം ഉണ്ട്. 2007 സിറിയയിൽ ഒരു വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ. ആ വ്യോമാക്രമണത്തിൽ അത് ഇസ്രായേലിലെ ഈ ഡെയർ എൽ സോർ എന്ന് പറയുന്ന ഒരു കെട്ടിടത്തിലേക്കാണ്, ആ ഒരു പ്രദേശത്തെ ഒരു കെട്ടിടത്തിലേക്കാണ് ഈ ബോംബാക്രമണം നടത്തിയത്. അന്ന് ആ ബോംബാക്രമണം നടത്തി ആ കെട്ടിടം തകർത്തപ്പോൾ അന്ന് ഈ പാശ്ചാത്യ ശക്തികൾ അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയവർ ആരോപിച്ചിരുന്നത് ഇത് ഒരു ആണവ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രമാണ് എന്നാണ് ആരോപിച്ചത്. പക്ഷേ സിറിയ അന്ന് അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു. അത് സാധാരണ ഒരു സൈനിക കേന്ദ്രം മാത്രമാണ് എന്നൊക്കെ പറഞ്ഞാണ് അവർ രംഗത്ത് വന്നത്. ഇപ്പോൾ നമുക്കറിയാം സിറിയയും ഇറാനും ഒക്കെ ആയിട്ട് വലിയ സഹകരണത്തിലാണ്. ഈ സത്യത്തിൽ അമേരിക്ക തന്നെയാണ് ഇതിൻ്റെ പുറകിൽ. അമേരിക്കയുടെ കയ്യിൽ നിന്ന് പാകിസ്ഥാൻ ആണവ രഹസ്യം കിട്ടുകയും അത് അമേരിക്ക കൊടുക്കുകയും ചെയ്തതാണ്. ആ കൊടുത്തത് പാകിസ്ഥാനിലെ ആണവ ശാസ്ത്രജ്ഞൻ അത് പണം വാങ്ങി ഉത്തര കൊറിയയ്ക്കും ഇറാനും വിറ്റു. ആ രഹസ്യം ഉത്തര കൊറിയയ്ക്ക് കിട്ടിയത് അപകടമാണ്, ഇറാന് കിട്ടിയത് അതിനേക്കാളേറെ അപകടമാണ്. ഈ ഇറാനിൽ നിന്നാണ് ഇത് സിറിയയുടെ കൈവശം വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അവർ ഇത്തരം കാര്യങ്ങളിൽ അങ്ങനെ തെളിവില്ലാതെ അവർ പറയില്ല. നമുക്കറിയാം ഇറാനെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമിച്ചത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അന്ന് ഈ 2007 തന്നെ ഈ സംശയം ഉണ്ടായപ്പോൾ ഈ അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ ചേർന്ന് സിറിയക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചു. UN സെക്യൂരിറ്റി കൗൺസിലിൽ, സുരക്ഷാ കൗൺസിലിൽ ഒരു പ്രമേയം കൊണ്ടുവന്നു. അങ്ങനെ ആ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സിറിയക്കെതിരെ പല നടപടികളും പിന്നീട് നടന്നു. ഈ നമ്മളീ പറഞ്ഞ ഡെയർ എൽ സോർ എന്ന് പറയുന്ന അവിടുത്തെ ഗവർണറേറ്റിലാണ് ഈ ആണവ റിയാക്ടർ സ്ഥിതി ചെയ്തിരുന്നു എന്നാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ ആരോപണം. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് അതിനെ ചൊല്ലി അവിടെ നിന്ന് മനുഷ്യനിർമ്മിത യുറേനിയം കണ്ടെത്തി എന്നാണ് ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ. ഇത് ശരിക്കും ഈ മനുഷ്യനിർമ്മിത യുറേനിയം ശരിക്കും ആണവ ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറാക്കിയതാണ് എന്ന് വ്യക്തമാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു നീക്കം നടക്കുന്നത്, നമുക്കറിയാം സിറിയയിൽ ഭരണ അട്ടിമറിയൊക്കെ നടന്നു, അവിടെ പുതിയ ഭരണകൂടം വന്നു, അങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊക്കെ അവിടെ നടന്നു. അപ്പോൾ അവിടുത്തെ നേരത്തെ ഉള്ള ഈ പറഞ്ഞ നമ്മുടെ സിറിയ ഭരിച്ചുകൊണ്ടിരുന്ന ബഷാർ അൽ അസദ്, അദ്ദേഹത്തിനെതിരെ ഫ്രാൻസ് ഇപ്പോൾ യുദ്ധക്കുറ്റങ്ങൾ ചുമത്തിയിട്ട് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇയാൾ ആ നാട് വിട്ടു പോയി ഒക്കെ നമ്മൾ അറിയുന്നതാണ്. അതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾ, പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫ്രാൻസും ബ്രിട്ടനും അമേരിക്കയും ഈ സിറിയക്കെതിരായ ഉപരോധം ശക്തിപ്പെടുത്താനും കൂടുതൽ നടപടികളിലേക്ക് പോകാനും വേണ്ടിയിട്ട് UN സെക്യൂരിറ്റി കൗൺസിലിൽ പ്രമേയം കൊണ്ടുവരാൻ നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ അമേരിക്കയുമായിട്ട് സ്വരച്ചേർച്ചയിലല്ലാതെ ഇരിക്കുന്ന രണ്ട് രാഷ്ട്രങ്ങൾ റഷ്യയും ചൈനയുമാണ്. വീറ്റോ പവറുള്ള രണ്ട് രാജ്യങ്ങളാണ് ഈ അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, റഷ്യ, ചൈന ഒക്കെയാണ് വീറ്റോ പവറുള്ള രാജ്യങ്ങൾ.
അതിൽ ഈ റഷ്യയും ചൈനയും ഇതിനെതിരെ വോട്ട് ചെയ്താൽ എന്തു ചെയ്യും? ഈ പ്രമേയം പരാജയപ്പെടില്ലേ? ഈ സിറിയയ്ക്കെതിരായ നടപടികൾ നിർത്തിവെക്കേണ്ടി വരില്ലേ? സത്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ആകെ പെട്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ റഷ്യയും ചൈനയും ഇന്ന് അമേരിക്കയും ബ്രിട്ടനും പറയുന്നിടത്ത് നിന്ന് അവരോടൊപ്പം നിന്ന് ഈ ഒരു ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ അണിചേരും എന്ന് അമേരിക്കയ്ക്ക് ഒട്ടും തന്നെ വിശ്വാസമില്ല. ഈ പറയുന്നത് പോലെ ഫ്രാൻസും ഇപ്പോൾ ഇന്ത്യയും റഷ്യയുമൊക്കെ ആയിട്ട് നല്ല സഹകരണത്തിലാണ്. അതുകൊണ്ട് ഈ ഫ്രാൻസും ഇപ്പോൾ ഇവരോട് നിൽക്കുന്നെങ്കിലും നാളെ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ട്രംപിനും അമേരിക്കയ്ക്കും ഒരു ഉറപ്പുമില്ല. അപ്പോൾ വാസ്തവത്തിൽ സിറിയയും ഇറാനും സത്യത്തിൽ ഒരു വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും. കാരണം ഇവരുടെ കയ്യിൽ സാധനമുണ്ട്, ആണവ ആയുധമുണ്ട്, അല്ലെങ്കിൽ അത് ആണവ ബോംബ് ഉണ്ടാക്കാനുള്ള സാമഗ്രികൾ ഉണ്ട് എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അത് തന്നെയാണ് അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയായിരിക്കുന്നതും അമേരിക്കയെ ഭയപ്പെടുത്തുന്നത്. കാരണം ഇവരേത് നിമിഷം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു അമേരിക്കയാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഇറാനും സിറിയയും ഒക്കെ ഏതാണ്ട് ആ കാര്യത്തിൽ തുല്യരാണ്. അമേരിക്കയെ തന്നെയാണ് അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രുവായിട്ട് കാണുന്നത്. അവർക്ക് യൂറോപ്പിനോടോ അല്ലെങ്കിൽ റഷ്യയോടോ ചൈനയോടോ ഇന്ത്യയോടോ ഒന്നും അത്തരത്തിലുള്ള ശത്രുതയില്ല. അതുകൊണ്ട് തന്നെ ഈ മധ്യേഷ്യയിലെ ഈ മിഡിൽ ഈസ്റ്റിലെ ഈ സംഭവവികാസങ്ങൾ മാറി മാറി വരുന്ന ഈ സംഭവവികാസങ്ങൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇന്ന് റഷ്യയും ചൈനയും അവർക്കൊപ്പം ഇല്ല. അവർ രണ്ടുപേരും ഏതാണ്ട് എതിർപക്ഷത്താണ്. ശത്രുപക്ഷത്താണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എതിർപക്ഷത്താണ്. ഇത് ഈ പുതിയ ലോകക്രമത്തിൽ ഒരു പുതിയ ശീതസമരത്തിൻ്റെ ആരംഭമല്ലേ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സംശയിക്കുന്നുണ്ട്. അത് ഈ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരായ യുദ്ധമാണെങ്കിൽ പോലും ഈ അമേരിക്കയുടെ താൻ പോരിമയെ അങ്ങനെ അങ്ങ് വകവെച്ചു കൊടുക്കണ്ട എന്ന് തന്നെയാണ് റഷ്യയുടെയും ചൈനയുടെയും നിലപാട്. അവിടെ ഇന്ത്യ കൂടി ചേരുമ്പോൾ അതിനെ ഒരു തരത്തിലും അമേരിക്കയ്ക്ക് ചോദ്യം ചെയ്യാനോ വെല്ലുവിളിക്കാനോ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ട്രംപ് സ്വരം മാറ്റിയത്, നരേന്ദ്രമോദിയെ പുകഴ്ത്തിയത്, ഇന്ത്യ എക്കാലത്തെയും മികച്ച സുഹൃത്താണ് എന്ന് അവകാശപ്പെട്ട് രംഗത്ത് വന്നത് ഒക്കെ. ഇപ്പോഴത്തെ ചില നടപടികളൊക്കെ അമേരിക്കയ്ക്ക് ദുഃഖമുണ്ട്, വേദനയുണ്ട് എന്നൊക്കെ ട്രംപ് പറഞ്ഞു. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ മാറിയ ലോകക്രമം റഷ്യ, ചൈന, ഇന്ത്യ എന്നൊരു അച്ചുതണ്ട് അതിശക്തമായിട്ട് അമേരിക്കയ്ക്ക് എതിർപക്ഷത്ത് നിലകൊള്ളും എന്ന തിരിച്ചറിവാണ് ട്രംപിൻ്റെ സ്വരം മയപ്പെടാൻ കാര്യം. അത് ഇപ്പോൾ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ ഈ സിറിയയിൽ ആണവായുധത്തിൻ്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയിരിക്കുന്നു. മനുഷ്യനിർമ്മിത യുറേനിയം അവിടുന്ന് കണ്ടെത്തിയിരിക്കുന്നു. 2007 തന്നെ ഇതിനെക്കുറിച്ച് സംശയങ്ങൾ തുടങ്ങിയതാണ്, അന്വേഷണം ആരംഭിച്ചതാണ്. അന്ന് അവിടെ ചില സംഭവങ്ങളൊക്കെ നടന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് 2025 ഈ കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. അവിടെ മനുഷ്യനിർമ്മിത യുറേനിയം ഉണ്ട് എന്ന തിരിച്ചറിവ് അമേരിക്കയെ ഏറ്റവും വലിയ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് മറ്റു വഴികളില്ല. റഷ്യയും ചൈനയും ഇന്ത്യയും ഒപ്പം നിർത്തിയേ മതിയാവുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇസ്ലാമിക ഭീകരത ഏറ്റവും ആദ്യം വേട്ടയാടാൻ പോകുന്നത് അമേരിക്കയെയാണ്, രണ്ടാമത് യൂറോപ്പിനെയാണ്. അവിടെ മറ്റു വഴികളില്ല. അമേരിക്കയ്ക്കും യൂറോപ്പിനും ഏഷ്യയോട് സഹകരിച്ച്, ഏഷ്യ എന്ന് ഉദ്ദേശിക്കുന്നത് റഷ്യ, ചൈന, ഇന്ത്യ, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റുന്ന ഒരാൾ ജപ്പാനാണ്. ജപ്പാനുമായിട്ട് അമേരിക്ക അത്ര നല്ല മികച്ച ബന്ധമൊന്നുമല്ല, സൗഹൃദത്തിലൊക്കെയാണ്. അപ്പോൾ കൃത്യമായിട്ടും ട്രംപിന് കാര്യം മനസ്സിലായി. ഈ വെല്ലുവിളിയെ നേരിടാൻ അതോടൊപ്പം തന്നെ നാം സിറിയയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നം കുറച്ച് നാളുകളായി തന്നെ നിലനിൽക്കുന്നുണ്ടല്ലോ. അമേരിക്ക എക്കാലത്തെയും അമേരിക്കയുടെ ആരോപണം ഇറാനെതിരെ ഇതാണല്ലോ, ഇറാൻ ആണവ ബോംബ് നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ അമേരിക്കയും ചെയ്തത് അത് തന്നെയല്ലേ. ഇസ്രായേലിനോടൊപ്പം ചേർന്ന് ബോംബിട്ട് ഇറാനിലെ പല പ്രധാന കേന്ദ്രങ്ങളും തകർത്തില്ലേ. ഇറാൻ്റെ ആണവ ഗവേഷണ കേന്ദ്രം തകർക്കാൻ ഇസ്രായേൽ തകർത്തപ്പോൾ അതിന് പച്ചക്കൊടി വീശി എല്ലാ പിന്തുണയും കൊടുത്തത് അമേരിക്കയല്ലേ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ കൂടുതലൊന്നും ആലോചിക്കാനില്ല. ഇറാനും സിറിയയും തമ്മിൽ അത്ര ചർച്ചയിലാണ്, അവർ ഇതുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ കിട്ടിയതോടുകൂടി
അമേരിക്കയെ സംബന്ധിച്ച് ഈ റഷ്യയോടും ചൈനയോടും ഇന്ത്യയോടും വിട്ടുവീഴ്ച ചെയ്യാതെ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം അവരുടെ തലയ്ക്ക് മുകളിൽ ആണ് സിറിയയുടെ ഈ ആണവ ബോംബ് എന്ന ഡെമോക്ലസിൻ്റെ വാൾ തൂങ്ങിക്കിടക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.